Hi. Now we are going to discuss geometrical representation of a complex number. Last class video already discuss ചെയ്തതാണ് എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പർ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞതാണ്. ഒരു അർഗൻ പ്ലെയിനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പോയിന്റ് ഫ്രം ദ ഒറിജിൻ അതിന് പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് Z. അപ്പോൾ Z equal to x plus iy എന്നൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ then mod Z is equal to square root of real part of Z. What is the real part of Z here? It is x real part of Z square plus imaginary part of Z. What is the imaginary part here? It is y. Therefore modulus of Z is root of x square plus y square. What is root of x square plus y square? If this is the point xy, then we know that root of x square plus y square by using distance formula, it is the distance of that point pxy from the origin. ഈ ഡിസ്റ്റൻസിനെയല്ലേ ശരിക്കും ഇത് കാണിക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ആക്ച്വലി ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് pxy from the origin. So again, if you are given a complex number, then modulus of Z is equal to square root of real part of Z square plus imaginary part of Z. This is called modulus of Z, and it actually denotes the distance of that point from the origin. ഇതാണ് മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ഓഫ് ഇസഡ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ കോഞ്ചുഗേറ്റ് ഓഫ് ഇസഡ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ if you are given a complex number and you have to find the conjugate and its modulus, then മോഡ് ഓഫ് ഇസഡ് തന്നെയായിരിക്കും മോഡുലസ് ഓഫ് ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. രണ്ടിന്റെയും മോഡ് എപ്പോഴും സെയിം ആയിരിക്കും. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ അതിന്റെ കോഞ്ചുഗേറ്റിന്റെയും മോഡുലസ് സെയിം ആയിരിക്കും. നെക്സ്റ്റ് വൺ ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി. mod of Z1 plus Z2 is less than or equal to mod of Z1 plus Z2, and mod of Z1 minus Z2 is greater than or equal to mod Z1 plus Z2, and mod of Z1 into Z2 is multiply ചെയ്ത് ബുദ്ധിമുട്ടണ്ട, mod of Z1 into mod of Z2 ചെയ്തേച്ചാൽ മതി. mod of Z1 by Z2 is mod of Z1 by mod of Z2 ചെയ്തേച്ചാൽ മതി. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ നമ്മൾ Z1 by Z2 തന്നിട്ട് അതിന്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണേന് Z2ന്റെ കോഞ്ചുഗേറ്റ് വെച്ച് അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കണമെങ്കിൽ Z2ന്റെ കോഞ്ചുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ മോഡുലസ് കണ്ടുപിടിക്കേണ്ട. Z1ന്റെ കോഞ്ചുഗേറ്റ് മോഡുലസ് കണ്ടുപിടിക്കുക, Z2ന്റെ മോഡുലസ് കണ്ടുപിടിക്കുക, then we will get the answer. നെക്സ്റ്റ് പ്രോപ്പർട്ടി Z raised to n. ഇപ്പൊ മോഡ് ഓഫ് എക്സ് പ്ലസ് 3 plus 2y the whole ക്യൂബിന്റെ മോഡുലസ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് മെനക്കെടണ്ട. എന്ത് ചെയ്തേച്ചാൽ മതി, 3 plus 2y മോഡുലസ് കണ്ടുപിടിക്കുക, അതിനെ ക്യൂബ് ചെയ്താൽ ആൻസർ കിട്ടും. ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. That is, if you are given a complex number 2 minus 3i Z1 and Z2 equal to 2 plus 4i, then modulus of 2 minus 3i divided by 2 plus 4i കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് നമ്പർ കോഷ്യന്റ് ആയിട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മെനക്കെടേണ്ട ആവശ്യമില്ല. മോഡുലസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് മോഡ് 2 minus 3i divided by മോഡ് 2 plus 4i ചെയ്തേച്ചാൽ മതി. what is modulus of 2 minus 3i? square root of real part square 4 minus 3 square 9 divided by real part square 4 imaginary part square 16. Therefore the answer is root 13 by root 20. അല്ലാതെ ഇതിന്റെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ മോഡുലസ് എടുക്കാൻ പോയി ഒത്തിരി സമയം പോകും. ലൈക്ക് ദാറ്റ് ഓൾസോ യു ക്യാൻ ഫൈൻഡ് Z1 2 minus 3i the all raised to 5ന്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. എക്സ്പാൻഡ് ചെയ്തിട്ട് മോഡുലസ് കണ്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. You have to find first the modulus of 2 minus 3i, then you have to take the power 5. That is 2 minus 3 modulus is root 13, therefore root 13 raised to 5. This will be the answer. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ്. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് അപ്പൊ മോഡുലസ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ പറഞ്ഞു. അപ്പൊ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കോഞ്ചുഗേറ്റ്
ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു മോഡുലസും കൂടി പറഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് പറയാം. കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന്. മോഡുലസ് ഓഫ് ഇസഡ് ഈസ് മോഡുലസ് ഓഫ് ഇസഡ് കോഞ്ചുഗേറ്റ്. ഇസഡ് കോഞ്ചുഗേറ്റിന്റെ കോഞ്ചുഗേറ്റ് അഗെയിൻ എടുത്തു കഴിഞ്ഞിട്ട് ഇസഡ് തന്നെയായിരിക്കും. ദെൻ അടുത്ത പ്രോപ്പർട്ടി മോഡുലസ് ആൻഡ് കോഞ്ചുഗേറ്റ് റിലേറ്റ് ചെയ്യുന്ന അടുത്ത പ്രോപ്പർട്ടിയാണ് ഇസഡ് കോഞ്ചുഗേറ്റ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് വിൽ ബി മോഡ് ഇസഡ് സ്ക്വയർ. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് പറയാൻ പോകുന്നത് ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്താണെന്നാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ മീൻസ് if you are given a complex number z equal to x plus iy, as we know we can denote the number xy in the eigenplane, then the argument of that complex number or amplitude, argument or amplitude of a complex number is denoted by small arg of z, which is equal to theta. Then how can you find theta? First we will find tan theta. Then tan theta is equal to y by x, imaginary part of z divided by real part of z will give you tan theta. Then we can find theta, tan inverse of the number that y by x will give you the argument of z theta. That is, actually argument of a complex number is the angle that the OP makes with the real axis in the clockwise direction. അതായത് നമുക്ക് ആ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കും. ആ ലൈനുമായിട്ട് എക്സ് ആക്സിസ് റിയൽ ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പോൾ ഈ ആംഗിളിന് പറയുന്ന പേരാണ് ആർഗ്യുമെന്റ് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഹൗ ക്യാൻ ഫൈൻഡ് ദാറ്റ് ആർഗ്യുമെന്റ്? Tan theta is equal to y by x, that is then theta equal to tan inverse of y by x. Argument lies always in between 0 to 2 pi. Argument എപ്പോഴും കാരണം full rotation ഇവിടെ വരെയല്ലേ വരാൻ പറ്റത്തുള്ളൂ. Therefore argument always lies in between 0 to 2 pi. Therefore argument or amplitude is theta is equal to tan inverse of imaginary part divided by real part. Then now what is principal argument? Now we are going to discuss principal argument. Principal argument of a complex number lies in the range minus pi to plus pi. Minus pi to plus pi എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ കിടക്കുന്ന ആർഗ്യുമെന്റിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെ. പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടി അത് ഏത് ആ ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്ത് principal argument മാറിക്കൊണ്ടിരിക്കും. Argument and principal argument are same if z lies in the first and second quadrant. ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലുമാണ് കിടക്കുന്ന പോയിന്റ് കിടക്കുന്നതെങ്കിൽ ആർഗ്യുമെന്റും പ്രിൻസിപ്പൽ ആർഗ്യുമെന്റും സെയിം ആയിരിക്കും. ഇഫ് ഇറ്റ് ലൈസ് ഇൻ ദ തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ട്രിക്ക് ഉണ്ട് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കണേ എന്നുള്ളത്. അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് then the argument is theta itself. If it lies in the second quadrant then argument is principal argument is pi minus theta. If it lies in the third quadrant then the principal argument is minus of pi minus theta. Then it lies in the fourth quadrant then the principal argument will be minus theta. So ഇത് ഈ ഒരു ഫിഗർ ബൈ ഹാർട്ട് ചെയ്തിരുന്നാൽ നമുക്ക് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ തീറ്റ ആർഗ്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വൈയും എക്സും എന്ന് പറഞ്ഞ പോയിന്റും ഡിപ്പെൻഡ് ചെയ്ത് ഏത് ക്വാഡ്രന്റിലാണ് ആ പോയിന്റ് കിടക്കണമെന്ന് നോക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ തന്നെയായിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് പൈ മൈനസ് തീറ്റ ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് തീറ്റ ആയിരിക്കും. ഈ ഒരു ഷോർട്ട് കട്ട് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. അപ്പൊ ഇനി പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്താണെന്നാണ് അടുത്തത് പറയാൻ പോണത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആർഗ്യുമെന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ 1 plus i. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണം അല്ലേ. ദെൻ 1 plus i. Then what is x here? Real part is 1. What is imaginary part? Y is equal to plus 1. Therefore theta is equal to tan inverse of y by x. Tan inverse of y by x means tan inverse of 1 by 1. What is tan inverse of 1 by 1? Pi by 4, that it is 45 degree. ഇനി ഇത് ഏത് ക്വാഡ്രന്റിൽ 45 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ കിടക്കണം. അല്ലെങ്കിലും എക്സും പോസിറ്റീവ് വൈയും പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ
ഓൾ പോസിറ്റീവ് അല്ല, എക്സും വൈയും പോസിറ്റീവ് അല്ലേ, ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. എക്സും വൈയും പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. തേർഡിലാണെങ്കിലോ എക്സ് നെഗറ്റീവ്, വൈയും നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ നമുക്കറിയാം എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. അപ്പൊ എക്സിന്റെ വൈയുടെയും സൈന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യണത്. therefore പ്ലസ് ഐ പോയിന്റ് മാർക്ക് ചെയ്തു. പോയിന്റ് മാർക്കിന് നിർബന്ധമില്ല, ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് തീറ്റ ഈക്വൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 therefore it is equal to 45 ഡിഗ്രി. ദിസ് വിൽ ഗീവ് ദ ആർഗ്യുമെന്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആർഗ്യുമെന്റ് ഓഫ് -1 -i. ഇനി എന്താ ചേഞ്ച് എന്ന് നമുക്ക് നോക്കാം. Again, theta equal to tan inverse of y by x ആണ്. Therefore, theta equal to tan inverse of y by x എന്നുള്ള ഫോർമുലയിൽ നമുക്ക് കിട്ടും tan inverse of what is y here? -1. What is x here? -1. y x -1 ആണ്. Therefore, -1 by -1. The angle is 1. ഇനി നമ്മൾ നോക്കണം എക്സും വൈ എവിടെയാണ് കിടക്കുന്നത്. ശരിക്കും എക്സും വൈയും നെഗറ്റീവ് ആണ്. എക്സും വൈ നെഗറ്റീവ് ആയതുകൊണ്ട് തേർഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 45 ഡിഗ്രിയാണ് അല്ലേ. therefore the principal argument is 45 ഡിഗ്രി. തേർഡ് ക്വാഡ്രന്റിലാണ് അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് -1. therefore tan inverse this will give you 45 degree. ഇനി find the principal argument of z1 equal to root of -3 -3i. ഇവിടെയും again നമ്മൾ tan theta equal to y by x. therefore theta equal to tan inverse of y by x. tan inverse of y by x means tan inverse of root y by -3 by root 3. -3 by root 3. That is tan inverse of -3 by root 3. That is equal to 60 degree. അപ്പൊ നമുക്ക് കിട്ടി തീറ്റ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ആർഗ്യുമെന്റ് അല്ല ചോദിച്ചേക്കണത്. Here the question is we have to find the principal argument. Principal argument means we have to find it where it lies, then only we can find the principal argument. Principal argument വേണമെങ്കിൽ എവിടെ കിടക്കണേന്ന് നോക്കണം. അപ്പൊ നോക്കി, ഇപ്പം എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിലാണ് അല്ലേ. ഫോർത്ത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞായിരുന്ന? മൈനസ് തീറ്റ ആയിരിക്കും. തീറ്റ കിട്ടിക്കുന്ന ആർഗ്യുമെന്റ് തീറ്റ ആണെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് PRG എന്ന് ഡിനോട്ട് ചെയ്യും. PRG എന്ന് പറയാം മൈനസ് തീറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് -60 ഡിഗ്രി ഓർ -π/3 എന്ന് എഴുതാം. ഇങ്ങനെയാണ് അപ്പൊ ആർഗ്യുമെന്റും പ്രിൻസിപ്പൽ ആർഗ്യുമെന്റും മോഡുലസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ആർഗ്യുമെന്റിന്റെ സം ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുണ്ട്. ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്ന ഈ സെഷനിൽ നിന്നാണ്. ആർഗ്യുമെന്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2 ആയിരിക്കും. ഇനി ഹൗ മെനി കോംപ്ലക്സ് നമ്പേഴ്സ് ഇഫ് ദർ ആർ n കോംപ്ലക്സ് നമ്പേഴ്സ്, എത്രയും ഉണ്ടായിക്കോട്ടെ, Z1 into Z2 up to Zn ഉണ്ടായെങ്കിൽ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓരോ കോംപ്ലക്സ് നമ്പേഴ്സ് ആർഗ്യുമെന്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദ സം വിൽ ഗിവ് യു ദ റിക്വയർഡ് ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് ആണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്, P ആർഗ്യുമെന്റ് എന്ന് പറയും. നൗ ആർഗ്യുമെന്റ് ഓഫ് Z1 by Z2 ഈസ് ആർഗ്യുമെന്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z2. ആർഗ്യുമെന്റ് ഓഫ് Z കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു, കോൺജുഗേറ്റ് കണ്ടുപിടിച്ച് മെനക്കെടണ്ട, ഇറ്റ് വിൽ ബി മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z ആയിരിക്കും. നൗ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, ആർഗ്യുമെന്റ് ഓഫ് Z ഈസ് ടു M will be M into ആർഗ്യുമെന്റ് ഓഫ് Z ആയിരിക്കും. M into ആർഗ്യുമെന്റ് ഓഫ് Z ആയിരിക്കും. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ബൈ ഹാർട്ട് ചെയ്യുക. പ്രോപ്പർട്ടീസ് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം അടുത്ത പ്രോബ്ലം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, then the question is here. Here the question is, find the argument of Z equal to 1 plus I by 1 minus I. As we know, it is a complex number. Here also it is a complex number. Therefore, argument of Z is argument of numerator 1 plus I
മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഡിനോമിനേറ്റർ 1 മൈനസ് ഐ. അപ്പൊ നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് 1 പ്ലസ് ഐ കാൽക്കുലേറ്റ് ചെയ്യണം. 1 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് 1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ്, സെപ്പറേറ്റ് ചെയ്ത് നോക്കുക. ടാൻ ഇൻവേഴ്സ് നമ്മൾ ആദ്യമേ ചെയ്ത് കാണിച്ച സെയിം പ്രോബ്ലം ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ഹിയർ എക്സ് ഈസ് 1, y ഈസ് 1, therefore 1/1 the answer will be pi by 4. ആർഗ്യുമെന്റ് ഓഫ് 1 മൈനസ് ഐ എന്ന് പറയുമ്പോൾ അത് കിടക്കുന്ന ഏത് ക്വാഡ്രന്റിലാണ്? എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്, ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 വരുമ്പോൾ 4 വരും. നമ്മൾ നോക്കണം ഏത് ക്വാഡ്രന്റിലാണെന്നുള്ള കൂടി നോക്കണം. ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പൊ തീറ്റ മൈനസ് തീറ്റ ആയിട്ട് മാറും. ആദ്യമേ ഷോർട്ട് കട്ട് പറഞ്ഞു. അപ്പൊ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് പൈ ബൈ 4 ആവും. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് 1 പ്ലസ് ഐ ഈസ് പൈ ബൈ 4 minus argument of 1 minus I is minus pi by 4. Therefore, it will become minus or minus will become pi by 4 plus pi by 4, that is 2 pi by 4. The answer is pi by 2. Now, also we can find the argument of a power of a complex number. നമ്മൾ നേരെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ ഓർക്കുക, നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് റീസ് ടു എം ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എന്ന് പഠിച്ചായിരുന്നു അല്ലേ? നമ്മൾ ആദ്യമേ നോക്കുക, 1 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1 ആർഗ്യുമെന്റ് കിടക്കുന്നത് പൈ ബൈ 4 ആണ് അല്ലേ? കാരണം എന്താ? അപ്പൊ നമുക്ക് ആദ്യം ഇതിനൊന്ന് മാറ്റി എഴുതാം. ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് ഈക്വൽ ടു ദിസ് വൺ, therefore ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് ക്യാൻ ബി റിട്ടൺ ആസ് m argument of 10 into argument of 1 plus I എന്ന് എഴുതാം. That is 10 into argument of 1 plus I is pi by 4. You can write it as 5 pi by 2. അല്ലേ? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5 pi by 2. ഇങ്ങനെ എത്ര എഴുതിയാലും മതി. ഇനി മോഡൽ എപ്പോഴും നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന്റെ ഫോമിൽ എഴുതുമ്പോൾ മൈനസ് പൈ പ്ലസ് പൈ ഇന്റർവൽ അല്ലെങ്കിൽ 0 to 2 pi ഫോമിൽ എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ 0 to 2 pi ഫോമിലോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 to 2 pi ഇന്റർവെലിൽ കിടക്കുന്നതിനാണ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഇനി 0 to 2 pi ഉള്ളിലാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? തീറ്റ എന്നുള്ള ആംഗിള് 0 to 2 പൈയുടെ പുറത്താണ് കിടക്കുകയാണെങ്കിൽ 2 പൈയിലോട്ടാക്കാൻ വേണ്ടി minus 2 pi ചെയ്തു. That is 5 pi by 2 minus 2 pi. That is the answer is pi by 2. So by using this method, you can find the argument. Next question, same type of question ആണ്. Argument of this one. Argument of z equal to minus 1 plus I root 3 the all cube. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ m ആർഗ്യുമെന്റ് ഓഫ് z, that is 3 into ആർഗ്യുമെന്റ് ഓഫ് minus 1 plus root 3 ആണെന്നറിയാം. Now we had to find argument of this one അല്ലേ? അപ്പൊ നമ്മൾ നോക്കി tan inverse of real y by x root 3 by minus 1 which is equal to tan inverse of root 3 എന്ന് പറയുന്നത് നമുക്കറിയാം pi by 6 ആണെന്നുള്ളത് അല്ലേ? ഇനി മൈനസ് ഇതിന്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഫോമിൽ മാറ്റണമെങ്കിൽ നമുക്ക് tan inverse of root 3 minus 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ലൈസ് ഇൻ വിച്ച് ക്വാഡ്രന്റ്? ഹിയർ y ഈസ് പോസിറ്റീവ്, x ഈസ് നെഗറ്റീവ്. y പോസിറ്റീവ് ആണ്, x നെഗറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? പൈ മൈനസ് തീറ്റ, ദാറ്റ് ഈസ് പൈ മൈനസ് പൈ ബൈ 6. ഇറ്റ് വിൽ ബിക്കം 6 pi minus pi, that is 5 pi by 6. Can be converted. Minus 1 plus root 3 is lies in second quadrant, so argument is pi by minus 3. So as argument is 2 pi, so this is the positive real number. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്. അത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് അല്ല, ആർഗ്യുമെന്റ് ആയിരുന്നു നമ്മളോട് ചോദിച്ചായിരുന്നത്. therefore pi minus theta എന്ന് പറയുമ്പോൾ pi minus 0, pi by x എന്ന് പറയുമ്പോൾ tan inverse root 3 അല്ലെ? what is tan inverse of root 3? Okay, 2 pi by 6, sorry, 6 pi by 5 pi by 6. Okay, thank you.